പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ എടുക്കേണ്ട ചില ഫിനാൻഷ്യൽ റെസൊല്യൂഷൻസ് ആണ്, ചില തീരുമാനങ്ങൾ. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ വർഷവും ആദ്യം നമ്മൾ കുറേ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ എടുക്കും. കാലത്ത് 6 മണിക്ക് എണീക്കും, നമ്മൾ ഓടാൻ പോകും, അരമണിക്കൂർ എക്സസൈസ് ഉണ്ട്, നമ്മൾ ഫാറ്റ് ഫ്രീ ഭക്ഷണം നമ്മൾ കഴിക്കും, പ്രത്യേകിച്ച് വലിയ ചിലവുകളൊന്നും നമ്മൾ ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരു കോഴ്സെങ്കിലും ഈ വർഷം പഠിച്ച് നമ്മളത് തീർക്കും, പല ദുശീലങ്ങളും നമ്മൾ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പലതും നമുക്ക് നടക്കാറില്ല. അപ്പം അതുപോലുള്ള ഫിനാൻഷ്യൽ റെസൊല്യൂഷൻസ് ഒരു 10 അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കഴിയുന്നിടത്തോളം കാര്യങ്ങൾ നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. എല്ലാം ഒന്നിച്ച് പാലിച്ച് ഭയങ്കര നല്ലവരായി എല്ലാവരും മാറണമെന്നുള്ളതല്ല പറയുന്നത്. കഴിയുന്നിടത്തോളം കാര്യങ്ങൾ നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറേ പേരൊക്കെ നിങ്ങൾ അടുത്തുള്ളവരോ നിങ്ങളുടെ ചുറ്റുപാടുള്ളവരോ കൂട്ടുകാരോ ഒക്കെ അവർക്ക് കാര്യമായിട്ട് വലിയ വരുമാനമൊന്നും ഉണ്ടാകില്ല. ചിലപ്പോൾ അവരൊക്കെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിലെ ഒരു ക്ലർക്കാകാം, അല്ലെങ്കിൽ ഒരു ലോവർ പ്രൈമറി സ്കൂളിലെ ടീച്ചറാകാം, അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് നടത്തുന്നുണ്ടാകാം, ചെറിയൊരു കച്ചവടം നിങ്ങളുടെ ഇന്ന അറൗണ്ട് ചെയ്യുന്നവരുണ്ടാകാം, ചെറിയൊരു കൃഷി ചെയ്യുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അവരെ നോക്കുമ്പോൾ അവർ കാണാം അവരെപ്പോഴും ഭയങ്കര സന്തോഷത്തിലാണ്. അവർക്ക് പണത്തിൻ്റെ ഒരു മുട്ടും വരാറില്ല. അവരവരുടെ മക്കളെ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ നഴ്സിങ്ങിനോ ഒക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കും. അവർ ഒരിക്കലും ആരോടും കടം ചോദിക്കാറില്ല. ഇതൊക്കെ കാണുമ്പം സാധാരണ രീതിയിൽ കുറച്ച് നാട്ടുകാരൊക്കെ ദോഷെതിർക്കുകളായിട്ടുള്ളവരൊക്കെ സാധാരണ പറയും അവന് വേറെന്തോ പണിയുണ്ട്, അവൻ ഏതാണ്ട് കള്ളക്കടത്തോ കള്ളക്കച്ചവടമോ ഏതാണ്ടൊക്കെ നടത്തുന്നുണ്ട്, അങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടിയതാണ് എന്നൊക്കെ പറയും. അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഉള്ളവർ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് ലഭിക്കുന്ന പണം അത് എത്ര ചെറുതാണെങ്കിലും അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഓപ്റ്റിമൈസേഷനാണ്. ലഭിക്കുന്ന പണം ഓപ്റ്റിമൈസ് ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അതേസമയം ഇവരെക്കാളും 10 ഇരട്ടി വരുമാനം ലഭിച്ചിട്ടും ഈ ഒരു ഓപ്റ്റിമൈസേഷൻ നടത്താത്തത് കൊണ്ട് മാത്രം കടവും പ്രാരാബ്ദവുമായിട്ട് ഇരിക്കുന്നവരും വളരെയധികം പേരുണ്ടാവും. അങ്ങനെയുള്ളവരാണ് സാധാരണ പറയാറ്, നോക്ക് എനിക്ക് മാസം 1,50,000 രൂപ ശമ്പളമുണ്ട്, എന്നിട്ട് പോലും എനിക്ക് എന്തുമാത്രം കടമാണെന്നറിയോ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് അറിയാവോ, മാസത്തിന്റെ അവസാനത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ അവനെ നോക്ക് 15,000 രൂപ അവർ ശമ്പളമുള്ളൂ എന്ന് പറയുന്നു, എന്നിട്ട് അവനെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയും. ഇതിന്റെ പിന്നിലുള്ള തത്വം ഇതാണ്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ഓപ്റ്റിമൈസ് ചെയ്യുക നമ്മുടെ വരുമാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ റെസൊല്യൂഷൻ ഈ വർഷത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ഇരുന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അടുത്തൊരു 10 വർഷത്തേക്ക് നിങ്ങളുടെ പ്ലാനുകൾ എന്തൊക്കെയാണുള്ളത്. പലർക്കും പല പ്ലാനുകളുണ്ടാകും. നിങ്ങളൊരു ചെറുപ്പക്കാരനാണ്, 25 വയസ്സിൻ്റെ താഴെയുള്ള ഒരാളാണ്, പെട്ടെന്ന് ഇപ്പോൾ ഒരു ജോലിക്ക് കയറിയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ഒരു 35 വർഷം വരെയുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണം കഴിക്കുക, ചിലപ്പോൾ പെങ്ങന്മാരുടെ കല്യാണം കഴിക്കുക, ഒരു വീട് വെക്കുക, അല്ലെങ്കിൽ കാറ് വാങ്ങുക എന്നുള്ളതൊക്കെ ആകാം. അല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം ഒരു ഫോറിൻ ട്രിപ്പ് ഉണ്ടായേക്കാം. എന്തായാലും അതിന് നിങ്ങളൊന്ന് ഇരുന്നിട്ട് ആലോചിച്ച് നോക്കുക. നിങ്ങൾ പ്ലാൻ ചെയ്യുക അടുത്ത 10 വർഷത്തേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്. ഈ 10 വർഷത്തേക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി എത്ര പണം വേണമെന്നുള്ളത് നിങ്ങൾ ഇൻഫ്ലേഷൻ അതിൻ്റെ അകത്ത് നിങ്ങൾ ഫാക്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ ഇന്നുള്ള വരുമാനം വെച്ചിട്ട് നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. 2 ഓപ്ഷനിൽ നിങ്ങൾ എത്തിച്ചേരാം. നടക്കില്ല, കാരണം ഈ പറഞ്ഞ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 100 കോടി രൂപ വേണം. അതേസമയം നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനം 20,000 രൂപയാണെങ്കിൽ അത് നടക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെറുതാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം കൂട്ടുക. രണ്ടിൽ ഏത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ലക്ഷ്യമില്ലാതെ നിങ്ങൾ മുമ്പോട്ട് ഒരിക്കലും പോകരുത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ പിന്നിലുള്ള എല്ലാ പ്രവൃത്തികളും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കടങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ കടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. 100% നിങ്ങൾ ഇല്ലാണ്ടാക്കണമെന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം കടങ്ങൾ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല. കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കടം കുറയ്ക്കലിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പേ ചെയ്യുന്ന പണത്തിൻ്റെ പലിശ കുറയ്ക്കുക എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലോൺ എടുത്തിരിക്കുന്നു, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 12% അല്ലെങ്കിൽ 10% വയ്ക്കുക. നിങ്ങൾക്ക് ഇത് ഇനിയും കുറേയധികം അടയ്ക്കാനും ബാക്കിയുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു NBFCയോ ബാങ്കോ 1% ഇൻട്രസ്റ്റ് കുറഞ്ഞ് ബാക്കി ലോൺ ടേക്ക് ഓവറിനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകും. ലോൺ ടേക്ക് ഓവറിൻ്റെ മാത്തമാറ്റിക്സ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ചിലത് പ്രത്യക്ഷത്തിൽ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാലും പരോക്ഷമായി അവസാനം പോക്കറ്റിൽ നിന്ന് പോകുന്ന പണം കൂടുതലായിരിക്കും. പക്ഷേ അത് നിങ്ങൾ മാത്തമാറ്റിക്സ് സെപ്പറേറ്റ് ആയിട്ട് കണക്കൂട്ടി നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഹയർ ഇൻട്രസ്റ്റ് ലോൺസ് ഒക്കെ നിങ്ങൾക്ക് ലോവർ ഇൻട്രസ്റ്റ് ലോൺസിലേക്ക് മാറ്റാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് കൂടി നോക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ചിലരൊക്കെ പോയിട്ട് ക്രെഡിറ്റ് കാർഡിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഐഫോൺ 2 വാങ്ങിച്ചു, ബൈക്കും വാങ്ങിച്ചു, കുട്ടിക്കും വാങ്ങിച്ചു, സ്വന്തവും വാങ്ങിച്ചു, ഒരു 3-4 ലക്ഷം രൂപ ചിലവാക്കി. എന്നിട്ട് അതെല്ലാം കൂടി EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് 24% EMIയിലായിരിക്കും നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് മറ്റൊരു പേഴ്സണൽ ലോൺ 12%, 14% എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എഫക്റ്റീവ്ലി നിങ്ങളൊരു 10-12% നിങ്ങൾ ലാഭിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ
ഹൈ ലോൺ ഉള്ളത്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് നിങ്ങൾക്ക് ലോവർ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടോ, ആ ഒരു ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ പരിശോധിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും, നിങ്ങൾ എന്ത് സ്പെൻഡിങ്ങിന് പ്ലാൻ ചെയ്യുമ്പോഴും, ഉദാഹരണമായിട്ട് കാർ വാങ്ങിക്കലോ എന്തെങ്കിലും ആട്ടെ, വീട് വെക്കലോ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി, തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഫാമിലിയെ ഒരു സിസ്റ്റമായിട്ട് കണക്കാക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും സയൻസും എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് സിസ്റ്റം എന്താണെന്നുള്ള അറിയായിരിക്കും. സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾ ഉൾപ്പെട്ടവരോ അതുമായിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ളവരോ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു സിസ്റ്റമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ ഭാര്യയോ അച്ഛനോ അമ്മയോ മാത്രമായിട്ടുള്ള കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ അവർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റത്തിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അല്ലാതെ നിങ്ങൾ അയലക്കത്തേക്ക് നോക്കിയിട്ടോ നിങ്ങളുടെ കസിൻ്റെ കാര്യം നോക്കിയിട്ടോ അമ്മാവൻ്റെ കാര്യം നോക്കിയിട്ടോ തീരുമാനങ്ങൾ എടുക്കാണ്ടിരിക്കുക. അമ്മാവൻ 2 കോടി രൂപയുടെ വീടാണ് വെച്ചത്, അപ്പം ഞാനൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 കോടി രൂപയുടെയെങ്കിലും വേണ്ടേ, അങ്ങനെ നോക്കാണ്ടിരിക്കുക. ഈ 1 കോടി രൂപയുടെ വീട് ഞാൻ വെച്ചാൽ എൻ്റെ കുട്ടിക്ക് പഠിപ്പിക്കാനുള്ള പണം പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടാകുമോ ഇല്ലയോ, അഥവാ ഈ വീട് ഞാൻ 2 വർഷം കഴിഞ്ഞ് പെയിന്റ് അടിക്കണമെങ്കിൽ, 1.5 കോടി രൂപയുടെ പെയിന്റ് അടിക്കണമെങ്കിൽ ഞാൻ ഏകദേശം 1.5-2 ലക്ഷം രൂപ മുടക്കണം. ആ 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു 2 ലക്ഷം രൂപ 2 വർഷം കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാൻ മാത്രം എൻ്റെ കയ്യിൽ ഉണ്ടാകുമോ? അതുണ്ടാക്കണമെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയുടെ പഠിത്തത്തിനെ കോംപ്രമൈസ് ചെയ്യണോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലി ആയിട്ട് മാത്രം ബാധിക്കുന്ന കാര്യങ്ങളായിട്ട് മാത്രം നിങ്ങൾ ആലോചിക്കുക. അയലക്കാരൻ്റെയോ കുടുംബക്കാരൻ്റെയോ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വലിച്ചഴിച്ചിട്ട് ആ ഒരു പാരാമീറ്റേഴ്സ് കൂടി ഉണ്ടായിട്ട് നിങ്ങൾ കോംപ്ലക്സ് ആക്കാണ്ടിരിക്കുക. പിന്നെ കുറച്ചും കൂടി സെൻസിബിൾ ആയിട്ട് നിങ്ങൾ ആലോചിക്കുക. ഉദാഹരണമായിട്ട് ചിലരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ഈ കാർ ഒരു 5-8 വർഷമായി, അപ്പോൾ ഇതിന് മൈലേജ് പണി 15 കിലോമീറ്ററേ ഉള്ളൂ. ഞാനപ്പോൾ ഈ കാറൊന്ന് വിറ്റിട്ട് വേറൊരു കാർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു ഇന്നോവ ആയിക്കോട്ടെ, അപ്പോൾ അതിന് കുറച്ചുകൂടി മൈലേജൊക്കെ കിട്ടും, കുറച്ചുകൂടി നല്ല പുതിയ എൻജിൻസാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ മനസ്സിൽ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് മാത്രമാണത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുതിയൊരു കാർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം പണം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഇത് നിങ്ങൾ ടാക്സി ഓടിക്കാനല്ല വാങ്ങിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേൺസ് ഇല്ല. അപ്പോൾ അഡീഷണൽ ആയിട്ട് നിങ്ങളൊരു 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലൊന്നും നിങ്ങൾ മൈലേജിൻ്റെ മുകളിൽ നിങ്ങൾ ലാഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി സെൻസിബിളായിട്ട് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇമോഷൻസിനെ മാറ്റി നിർത്തിയിട്ട്, പ്രൈഡ് ഫാക്ടറിനെ മാറ്റി നിർത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെയധികം കുറേ പേരൊക്കെ പണമൊക്കെ ഇൻകമൊക്കെ ഉണ്ടാവും, വരുമാനമൊക്കെ ഉണ്ടാവും, എങ്കിൽ പോലും അവർ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് അറിയാത്ത പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിൻ്റെ അകത്ത് അവർ പോയി ചേരും എന്നുള്ളതാണ്. നമ്മൾ വാറൻ ബഫറ്റ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാത്ത ബിസിനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനിയെ കുറിച്ചാണ് അത് പറഞ്ഞതെന്നുള്ളത് വേറൊരു കാര്യം. നിങ്ങൾക്ക് അറിയാത്ത ബിസിനസ് നടത്തുന്ന ഏതെങ്കിലും ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചോ ആ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പോയിട്ട് അയൽക്കാരനോ അല്ലെങ്കിൽ കൂട്ടുകാരനോ പറയുന്നത് കേട്ട് KSF ചിട്ടിയിലോ വേറെ ഏതെങ്കിലും ചിട്ടിയിലോ പോയി ജോയിൻ ചെയ്യാതിരിക്കുക. അറിയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ അകത്ത് മാത്രം കയറി തലയിടുക. അത് നിങ്ങളുടെ പണം വളരെയധികം ലാഭിക്കും. അഥവാ നിങ്ങൾക്ക് ലഭിക്കാവുന്ന പല അവസരങ്ങളും കളയുകയെങ്കിലുമില്ല. അത് നിങ്ങൾക്ക് വളരെയധികം മനസ്സിന് സമാധാനവും തരും. മറ്റൊരു കാര്യം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനൊരു വളരെയധികം റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്താണ് ചേർന്നിട്ടുള്ളത്, കിട്ടിയാൽ പോയി. നിങ്ങൾ എന്തിനാണ് അത്രയും റിസ്ക് എടുക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും മനസ്സമാധാനം നൽകാനുള്ളതും നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സുരക്ഷിതത്വം തരാത്തതും നിങ്ങളുടെ മനസ്സമാധാനം കളയുന്നതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യുന്നതല്ലേ നല്ലത്. ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സമാധാനത്തിനല്ല, അതൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക മറക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടും പിന്നെയും നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ പേര് ഇൻവെസ്റ്റ്മെൻ്റ് എന്നല്ല. അത് നിങ്ങൾക്ക് നൽകുന്ന സുരക്ഷിതത്വമല്ല, അതിനു പകരം അത് നിങ്ങൾക്ക് നൽകുന്നത് ആകുലതകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് തലയിടാണ്ടിരിക്കുക. മറ്റൊരു കാര്യം, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ 3 മാസത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് 4 ലക്ഷം രൂപയെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ള ആർജവം കാണിക്കാം. ഏതെങ്കിലും കോട്ടിട്ട 10 പേര് വന്നിട്ട് നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളൊരു അവസരം ഇല്ല എന്നുള്ളതല്ല. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് മാർജിൻസിനെ കുറിച്ച്. 1 ലക്ഷം രൂപ ഇട്ടിട്ട് 30%, 40% പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മാക്സിമം തരാൻ പറ്റുന്ന 30%. അപ്പോൾ എന്ത് പ്രോഫിറ്റ് മാർജിനാണ് ഈ പറഞ്ഞ കമ്പനികളൊക്കെ നിങ്ങൾക്ക് 5-6 ഇരട്ടി ഓഫർ ചെയ്യുന്ന, 1 വർഷം ഓഫർ ചെയ്യുന്ന കമ്പനികൾ എന്ത് ബിസിനസ്സാണ് നടത്തുന്നത്? അത് എന്താണ് ചെയ്യുന്നത്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം.
നിങ്ങൾ ലുങ്കി എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ കോട്ടിട്ട 10 പേര് വന്നിട്ട് നിങ്ങളോട് വലിയ വലിയ സ്കീമുകളെ കുറിച്ചൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു അവകാശം അവിടെ ഇല്ലാതാകുന്നു എന്നുള്ളതല്ല. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അത് പലപ്പോഴും നിങ്ങൾക്ക് ഭാവിയിലേക്ക് മനസ്സമാധാനം നൽകും. നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കേണ്ട പണം മറ്റുള്ളവർക്ക് കൊണ്ടുപോയിട്ട് നശിപ്പിക്കാതിരിക്കാനും സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ MLM പോലെ അങ്ങനെയുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ 100% അങ്ങോട്ട് ടാർണിഷ് ചെയ്ത് പറയുന്നൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സമാധാനം കളയുന്നതും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നുന്നതുമായിട്ടുള്ള ഒരു രീതിയിലും നിങ്ങൾ യുക്തിസഹമല്ലാത്ത ഒരു കാര്യത്തിൻ്റെ അകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് പലപ്പോഴും തലവേദന മാത്രമേ നൽകൂ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇൻഷുറൻസിനെ കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു ഏണിംഗ് മെമ്പർ മറ്റൊരാളുണ്ടെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു യങ്ങർ ജനറേഷനിലൊക്കെ ഉള്ളവർ ഇൻഷുറൻസിനെ കുറിച്ച് അത്ര ബോധവാന്മാരല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒരിക്കലും ഞാനൊരു നിക്ഷേപമായിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രീമിയം ചിലരൊക്കെ ഇൻഷുറൻസ് ഏജൻസ് ഒക്കെ വരുമ്പോൾ പറയും ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനാണ്. കുറേ പേരൊക്കെ എന്നെ വിളിച്ചിട്ടൊക്കെ ഫോണൊക്കെ വിളിച്ച് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യം അതിനേക്കാൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഒക്കെ എനിക്കറിയാം. അതിനു പകരം ഞാനിടുന്ന പണത്തിന് മൂല്യമായിട്ട് എൻ്റെ ഒരു അസാന്നിധ്യത്തിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് നൽകാൻ ഏറ്റവും കൂടുതൽ പണം നൽകുന്ന സ്കീം ഏതാണ്, അത് മാത്രമേ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. 25 വർഷം കഴിഞ്ഞിട്ട് ഇത്ര വലിയൊരു സംഭവം തിരിച്ചു കിട്ടും അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുർ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും മികച്ച വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മികച്ച റിട്ടേൺസ് നൽകുന്ന സ്കീം ഏതാണെന്നുള്ളത് മാത്രം വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക. ആ ഒരു സ്കീമിൻ്റെ അകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇത് ഇൻഷുറൻസ് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണരുത്. ഇതിനെതിരെ പറയാൻ വേണ്ടി കുറേ പേരുണ്ടാകാം, എനിക്കറിയാം. കാരണം പല ഇൻഷുറൻസ് കമ്പനികളും ഇൻഷുറൻസ് ഏജൻസും ഒക്കെ ഇതിനെതിരെ വളരെ പറയുമെന്നറിയാം. പക്ഷെ എങ്കിൽ പോലും ഒരു സാമാന്യ മനുഷ്യന്റെ ഒരു കോമൺ മാൻ്റെ യുക്തിസഹമായിട്ടുള്ള ഒരു അഭിപ്രായം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം നിങ്ങൾ എത്രയൊക്കെ പണം സമ്പാദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആരോഗ്യം നല്ലതല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രി ഒരു തവണ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം 10 വർഷം ഉണ്ടാക്കിയ വരുമാനം 10 വർഷം ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് ആശുപത്രിയിൽ അവസാനിക്കും. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ പറയുന്ന പോലെയാണ്. ഒരു വർഷം കൊണ്ടുണ്ടാക്കിയ ലാഭം നിങ്ങൾ വളരെ ഒരു റിസ്കി കൗണ്ടേഴ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 1 വർഷം കൊണ്ടുണ്ടാക്കിയത് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ പോയേക്കാം. അതുപോലെയാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തൊരു ജീവിതവും. നിങ്ങൾ ഉണ്ടാക്കിയ പണം ചിലപ്പോൾ 10 ദിവസം കൊണ്ട് മൊത്തം പോയേക്കാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ കടത്തിലേക്ക് വായിക്കാം. ഇതിന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസിന് പറ്റും. അപ്പം അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ ഒഴിവാക്കാണ്ടിരിക്കുക. ഈ വർഷം ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഉചിതമായിട്ടുള്ള സ്കീമുകളിൽ നിങ്ങൾ ഈ രണ്ടും എടുക്കുക. വീട്ടിലുള്ള എല്ലാവരെയും കവർ ചെയ്യാൻ നോക്കുക. അടുത്തൊരു കാര്യം ലിക്വിഡ് ഫണ്ട്സ് ആണ്. പലപ്പോഴും ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട് കുറേ സമ്പാദ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് എനിക്കിപ്പോൾ 2 മണിക്ക് മുമ്പ് കുറച്ചൊരു 1 ലക്ഷം രൂപ താന്നോ അപ്പോൾ ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ആവശ്യം വരികയോ ചെയ്തു കഴിഞ്ഞാൽ അന്തം വിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കും. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ആകെ ഒരു 15,000 രൂപയേ ഉള്ളൂ, ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാൻ മറ്റൊരാളോട് ചെന്നിട്ട് കടം ചോദിക്കും. അപ്പോൾ ലിക്വിഡ് ഫണ്ട്സ് നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ ഇന്നത്തെ രീതിയിൽ കുറച്ച് പുതിയൊരു ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നിയമങ്ങളൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തൊക്കെ കൊണ്ടുവന്ന അസ്ബ ബേസ്ഡ് UPI അസ്ബ ബേസ്ഡ് ബ്ലോക്കിംഗ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് ഗ്രോ പോലത്തെ ചിലതിന് മാത്രമേ പൈലറ്റ് ഫേസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് നിങ്ങൾ ഇട്ട പണം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണ്ടത്തെ പോലെ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് UPI വഴി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം. അക്കൗണ്ടിനകത്ത് നിങ്ങൾ കിടക്കും, നിങ്ങളുടെ IPO പോലെ തന്നെ. അപ്പം അതുകൊണ്ട് ഫണ്ട്സ് അവിടെ തന്നെ കിടക്കും. നിങ്ങൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് മാത്രമേ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇട്ടത് ഇല്ലിക്വിഡായിട്ട് കണക്കാക്കേണ്ട, 2 ദിവസം ബ്ലോക്ക് ആവും, നിങ്ങളൊരു വിത്ഡ്രോ റിക്വസ്റ്റ് കൊടുത്താൽ കണക്കാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അക്കൗണ്ടിൽ തന്നെ കിടക്കും. അപ്പം നിങ്ങൾ അക്കൗണ്ടിൽ തന്നെ ആ ഒരു പണം സൂക്ഷിക്കാൻ നോക്കാം. പക്ഷേ എങ്കിൽ പോലും ലിക്വിഡ് ഫണ്ട്സിൻ്റെ ആവശ്യകത നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്, അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് ലിക്വിഡായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട്സിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ തീരുമാനം ഇക്കൊല്ലം എടുക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ ആവശ്യമില്ലാതെ കൈനീട്ടരുത്. അടുത്ത കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, പല നിക്ഷേപ ഓപ്ഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ പലപ്പോഴും പലയിടത്തും നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ പറയും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, കോപ്പറേറ്റീവ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ചിട്ടി, ബോണ്ടുകൾ, ചില ബിസിനസ് ഓപ്ഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള പലതും വന്ന് പറയും. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വന്നിട്ട് വളരെയധികം നിങ്ങളെ നിക്ഷേപത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണെങ്കിൽ
അക്കാര്യങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി അനലൈസ് ചെയ്യുക അതിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ കൂടുതലുള്ളത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളെന്ന് കുറിച്ചാണ്. ഇവർ ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. നമുക്കറിയുന്ന പോലെ തന്നെ ബാങ്കുകളെ സംബന്ധിച്ച് അവർ ലെൻഡ് ചെയ്യുന്നത്, കടം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ്. നിക്ഷേപം മാത്രം സ്വീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളിലേക്ക് മാർജിൻസ് ഒക്കെ വളരെയധികം കുറയും. പക്ഷേ ഈ പറഞ്ഞ പല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും അവർ കടം കൊടുക്കാൻ പലപ്പോഴും വിമുഖരാണ്. അതേസമയം അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നാടൊട്ടൊക്കെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാരെ പോലെ ഓടി നടന്നിട്ട് ആളുകളെ ചേർത്തുന്നൊരു പരിപാടിയാണുള്ളത്. അതുപോലെ നിക്ഷേപങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഉത്സുകത കാണിക്കുന്ന ഏതെങ്കിലും ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവയിൽ നിങ്ങൾ നിക്ഷേപിക്കുക 2 തവണ ആലോചിക്കുക നിങ്ങളുടെ നിക്ഷേപങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത്. അവസാനത്തെ പോയിന്റ്, ഈ പറഞ്ഞ എല്ലാം യുക്തിസഹമായിട്ടും എല്ലാം ശരിയാണ്. എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. പണമുണ്ടാക്കാനല്ല നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ടോ, ഇനിയിപ്പോൾ ഫാമിലി ഇല്ലാത്തവരാണോ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കായിട്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണം, നിങ്ങളുടെ മൊത്തം ഫിനാൻസിനെ ബാധിക്കാത്ത ഒരു പണം നിങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഒന്നിച്ചെടുത്ത് മാറ്റിവെക്കണം എന്നുള്ളതല്ല പറയുന്നത്. ജാനുവരി 1-ാം തീയതി മുതൽ നിങ്ങൾ ദിവസവും ഒരു 10 രൂപ സേവ് ചെയ്യാം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3650 രൂപ ഒരു വർഷത്തിൻ്റെ അവസാനം ലഭിക്കും. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അത് നിങ്ങൾ 100 രൂപയാക്കുകയാണെങ്കിൽ 36,000 രൂപ ലഭിക്കും. നിങ്ങൾ ആ 36,000 രൂപ വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഗോവയിലോ ഡൽഹിയിലോ ഹൈദരാബാദിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ടൂറൊക്കെ നടത്തി തിരിച്ചു വരാനുള്ളൊരു പണം ഉണ്ടായേക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഫാമിലി ടൈമും കൂടി കണ്ടെത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പണം വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വളരെ മനസ്താപം മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഒരു 12 കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാം എപ്പോഴും നടപ്പിലാക്കാൻ കഴിയണമെന്നും നിർബന്ധമില്ല. പക്ഷെ കഴിയുന്നിടത്തോളം നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ആത്യന്തികമായി സന്തോഷം മാത്രമേ കൊണ്ടുവരൂ. നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഫിനാൻഷ്യൽസ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓടുക, ഒരു 100 മീറ്റർ ഓട്ടക്കാരൻ ഓടുകയല്ല, നിങ്ങൾ ഒരു മാരത്തോൺ റണ്ണറെ പോലെ വേണം നിങ്ങളെ എനർജി ഒക്കെ കൺസർവ് ചെയ്യാനും നിങ്ങളുടെ പ്ലാനിങ് നടത്തേണ്ടത്. അല്ലെങ്കിൽ അതേ നമ്മൾ ബിസിനസ്സിനും ഫിനാൻസിനും എപ്പോഴും വിജയിക്കും. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ടാറ്റേനെയും ബൈജൂസിനെയാണ്. ടാറ്റയുടെ മാർജിൻസ് ഒക്കെ താരതമ്യേന കുറവായിരുന്നു ബൈജൂസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ബൈജു ഒരു 4 വർഷം കൊണ്ട് എന്താണോ ഉണ്ടാക്കിയത്, ടാറ്റ അത്രയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50 വർഷം എടുത്തു. പക്ഷേ എങ്കിൽ പോലും ടാറ്റ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിലിറ്റി അവിടെ നിലനിന്നു. നമ്മുടെ ജീവിതത്തിൽ അതാണ് വേണ്ടത്. പണം പെട്ടെന്ന് ഇരട്ടിപ്പിക്കാം, ഞാൻ ബില്യനെയർ ആവാം എന്നുള്ളതല്ല. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ടാറ്റയും ബൈജൂസും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസും അങ്ങനെ തന്നെയായിരിക്കും. ഇതോട് ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു തരത്തിൽ വീണ്ടും കാണാൻ വരെ നന്ദി.